ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പരിശുദ്ധ സഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ ദിവസമാണ്. പരിശുദ്ധ സഭയുടെ ആരാധനയുടെയും ആത്മീയ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വമാണ്. ഈ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അനുഗ്രഹീത ദിനത്തിൽ സ്നേഹത്തിന്റെ മഹാരഹസ്യമായ ദൈവത്തെ നമുക്ക് ആരാധിക്കണം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു ഹൃദയമെന്ന് പറയുന്നത് തന്നെ പരിശുദ്ധ ത്രിത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മൂന്ന് വ്യക്തിത്വങ്ങൾ, എന്നാൽ ഒരേ ഒരു ദൈവം. ഈ ഒരു ദൈവിക രഹസ്യമെന്ന് പറയുന്നത് കേവലം മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ സാധിക്കാത്തതാണ് എങ്കിലും അത് വിശ്വാസത്തിലൂടെ ഒരു വ്യക്തിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന സ്നേഹത്തിന്റെ ഒരു നിത്യ സ്രോതസ്സാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് പരിശുദ്ധ ത്രിത്വമെന്ന് പറയുക. സൃഷ്ടിയിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ പുത്രനായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരു ആത്മീയ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിന്റെ പ്രവർത്തനം എന്നിവ, ഈ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നും നമ്മുടെ ജീവിതത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അടിസ്ഥാന കേന്ദ്ര ബിന്ദുവാണ് എന്ന് മനസ്സിലാക്കണം. ഈ തിരുനാള് പെന്റക്കോസ്റ്റൽ ഡേയ്ക്ക് ശേഷമുള്ള ഞായറാഴ്ചയാണ് നമ്മൾ ഏറ്റെടുക്കുകയും ആചരിക്കുകയും ചെയ്യുക. അത് നമ്മളെ ദൈവത്തോട് കൂടുതൽ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ വിളിക്കുന്ന ഒരു ആത്മീയ വിളി കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒരു ദൈവം, എന്നാൽ അതിനകത്ത് മൂന്ന് വ്യക്തിത്വങ്ങളാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയാത്തതാണെങ്കിലും ഒരു വിശ്വാസത്തിൽ നാം സ്വീകരിക്കുന്ന ദൈവ മഹത്വത്തിന്റെ അത്യന്തം ഗഹനമായ ഒരു വലിയ രഹസ്യമാണ്. ട്രിനിറ്റി, ത്രിത്വം, ഒരു ദൈവം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രിനിറ്റി എന്ന് നമ്മൾ പറയുമ്പം മൂന്ന് ദൈവങ്ങളല്ല, ഒരേ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരേ ദൈവിക സത്തയിൽ നിത്യമായി നിൽക്കുന്ന മൂന്ന് ആളത്വങ്ങളെന്നോ വ്യക്തിത്വങ്ങളോ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. ഇവിടെ ബൈബിള് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ബൈബിള് പറയുന്നുണ്ട്, ദൈവം അരുളി ചെയ്യുകയാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ എന്ന് പറയുമ്പം ദൈവം അത് ഏകവചനത്തിലല്ല പറയുന്നത്, ബഹുവചനത്തിലാണ് പറയുക. എന്ന് വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ് മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുക. അപ്പം ത്രിയേക ദൈവത്തിന്റെ ആന്തരിക ഭാവം എന്ന് പറയുന്നത് ഒരു ത്രിത്വിക ഭാവമായതുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലും ആ ത്രിത്വിക ഭാവത്തിൽ തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന് ആദ്യം ദൈവം ആത്മാവായ മനുഷ്യനെയാണ് സൃഷ്ടിക്കുക. പിന്നീട് ഉൽപ്പത്തി 2:7 ആ ആത്മാവായി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഒരു ശരീരത്തെ ദൈവം മെനഞ്ഞ് ആ ശരീരത്തിനകത്ത് മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത ആ ശരീരത്തിനകത്ത് ഈ ആത്മാവിനെ ദൈവം നിശ്വസിക്കുകയാണ്. അപ്പം
ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ ത്രിയേക ദൈവത്തിന്റെ ആന്തരികതയിൽ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് ദൈവം ഒരു ശരീരവും മനസ്സും ആത്മാവും നൽകുകയാണ്. എന്ന് വെച്ചാൽ ഇൻസെപ്പറബിൾ, ഒരിക്കലും മാറി നിൽക്കാനാവാത്ത വിധത്തിൽ, വേർപിരിയാനാകാത്ത വിധത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ബന്ധം പോലെ തന്നെ ഒരു മനുഷ്യന് ദൈവം ശരീരം കൊടുത്തു. ആ ശരീരത്തിനകത്തൊരു മനസ്സ്, അതിനകത്ത് വീണ്ടും ഒരു ആത്മാവ്. ഈ മൂന്ന് തലം പോലെ ദൈവത്തിന്റെ ആ മൂന്ന് ട്രിനിറ്റേറിയൻ ഭാവം അതുപോലെ തന്നെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദൈവം ട്രിനിറ്റി എന്ന് പറയുമ്പോൾ ദൈവം എല്ലാ സൃഷ്ടിയുടെയും പിന്നിൽ ഒരു ട്രിനിറ്റേറിയൻ ഒരു കൺസെപ്റ്റ് നമുക്ക് കാണുവാൻ പറ്റും. ഭൂമി, ആകാശവും ഭൂമിയും ഒക്കെ ദൈവം സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെ? ആകാശം, ഭൂമി, പാതാളം, അല്ലെ? അണ്ടർനീത്ത്. ഇങ്ങനെ മൂന്ന് തലമായിട്ടാണ് ഭൂമിയെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവം സൃഷ്ടിക്കുക. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. അങ്ങനെ ആ ഒരു തലം എടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഒരു ത്രിയേക ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികർമ്മത്തിലും ഇതുപോലെ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ്, അതായത് ത്രിയേക ദൈവത്തിന്റെ ആന്തരിക ഭാവം നമുക്ക് അവിടെ കാണുവാൻ പറ്റും. നമുക്ക് ബൈബിള് പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജലസ്നാനം നമുക്കവിടെ കാണുവാൻ പറ്റും. സകലതും പൂർത്തിയാകുവാൻ വേണ്ടി സ്നാപക യോഹന്നാന്റെ അരികിൽ വന്ന് യേശു ക്രിസ്തു സ്നാനം സ്വീകരിക്കുകയാണ്. യേശു ക്രിസ്തു ജോർദാൻ നദിയിൽ സ്നാനം ഏറ്റെടുക്കുന്നു. ആ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. അതേ സമയം തന്നെ പിതാവായ ദൈവത്തിന്റെ ശബ്ദം സ്വർഗത്തിൽ നിന്നും കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മള് ഒരു യേശുക്രിസ്തുവിന്റെ സ്നാനം നടക്കുന്ന സമയം ഒരു ത്രിയേക ദൈവത്തിന്റെ ആ മൂന്ന് വ്യക്തിത്വങ്ങളും അവിടെ ഒരേ സമയം വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഹല്ലേലൂയ! ഇതാണ് ആ ത്രിത്വത്തിന്റെ ആ ഏകത്വം എന്ന് പറയുക. ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അതിന്റെ ആ ഒരു സമയം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ആ സമയത്തേക്ക് കടന്നു വരികയാണ്. പിന്നെ മറ്റൊരു മേഖല എടുക്കുകയാണ് എങ്കിൽ യേശുക്രിസ്തു തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു മഹത്തായ കൽപ്പനയുണ്ട്, ദി ഗ്രേറ്റ് കമാൻഡ്മെന്റ്, അല്ലെ? എന്താണ് പറയുന്നത്? എല്ലാ ജനതകളെയും നിങ്ങൾ ശിഷ്യപ്പെടുത്തണമെന്നാണ് പറയുക. എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തണം. അത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-ഉം 20-ഉം വാക്യത്തിലൂടെ നമ്മൾ കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, എല്ലാ ജനതകളെയും നിങ്ങൾ ശിഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. ലോകമെങ്ങും പോയി, അല്ലെ? അതിനുശേഷം പറയുകയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ജ്ഞാനസ്നാനം കൊടുക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇല്ലേ? അത് പറയുമ്പം നാമങ്ങളിൽ എന്ന് പറയുന്നില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നല്ല പറയുക. അവിടെ ബഹുവചനം ഉപയോഗിച്ചില്ല, നാമത്തിൽ എന്നാണ് പറയുക. അവിടെ ഒരേ ദൈവിക അധികാരവും സത്തയും വെളിപ്പെടുത്തുകയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു വളരെ കൃത്യമായും വ്യക്തമായും ത്രിത്വത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. നാമത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ നാമം എന്നത് ദൈവത്തിന്റെ ഏകത്വം സൂചിപ്പിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 3 വ്യക്തികളായി വെളിപ്പെടുത്തുമ്പോൾ തന്നെ 3 പേരും ഒന്നായിരിക്കുമ്പോഴും ഈ 3 പേർക്കും വ്യത്യസ്തമായ 3 ഓഫീസുകൾ, അല്ലെങ്കിൽ അവരുടെ 3 വ്യക്തിത്വങ്ങൾക്കും 3 ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്.
പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം പോലെ യേശുക്രിസ്തു സംസാരിക്കുന്നതാണ്. എന്താണ് അവിടെ പറയുക? ഞാൻ, അതായത് യേശുക്രിസ്തു പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്തു വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രവർത്തനത്തെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നു, പിതാവായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയക്കുകയാണ്, നമുക്കൊരു സഹായകനായി എന്നേക്കും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ, കൂടെ വസിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നൽകുകയാണ്. ഇപ്പോ നമ്മൾ മനസ്സിലാക്കണം, പിതാവായ ദൈവവും യേശുക്രിസ്തുവും സ്വർഗത്തിലാണ്. ഇന്ന് ഈ ഭൂമിയിൽ നമ്മളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുവാൻ സത്യത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ നടക്കുകയാണ്, കൂടെ വസിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ ഒരു സൻപോള് കൊരിന്ത്യ ലേഖനത്തില് അപ്പസ്തോലിക ആശീർവാദം നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് 2 കൊരിന്ത്യൻസ് 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താണ് പറയുക? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, ഇത് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ആശീർവദിക്കുക. എന്ന് വെച്ചാൽ ഇതൊരു ഇൻസെപ്പറബിൾ ആണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വേർപിരിഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ സഭയോട് ചേർന്നുള്ള ജീവിതത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഒരു സത്യം എന്ന് പറയുന്നത്, സഭയിൽ നമ്മുടെ ആരാധനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ത്രിത്വപരമായ ആശീർവാദങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പം വായിച്ച 2 കൊരിന്ത്യൻസ് 13-ലെ വചനം. ഹല്ലേലൂയ. ത്രിത്വം അഥവാ ട്രിനിറ്റി. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ദൈവശാസ്ത്ര സിദ്ധാന്തം പോലെയല്ല, അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വഭാവമായി വേണം നമ്മൾ പഠിക്കുവാൻ. പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, 3 പേരും ദൈവത്തിന്റെ 3 സാഹചര്യങ്ങളെയാണ് വെളിപ്പെടുത്തുക. അപ്പൊ നമ്മള് സൃഷ്ടി കർമ്മത്തിൽ 3 പേരും ഒരുപോലെ പ്രവർത്തിക്കുന്നതായി നമ്മൾ കണ്ടു. ഉൽപ്പത്തി 1:27 ദൈവം അരുളി ചെയ്യുന്നതും നമ്മുടെ ഛായയില്, നമ്മുടെ സാദൃശ്യത്തില് മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുന്ന തീരുമാനമെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. രണ്ടാമത് എന്താണ്? രക്ഷ അല്ലെങ്കിൽ പാപമോചനം. ഇതെല്ലാം പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ സാക്ഷാത്കരിക്കുകയാണ്. അതുകൊണ്ട് പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപപരിഹാരവും അതിലൂടെ നിത്യജീവനും നൽകുവാനുള്ള ദൈവത്തിന്റെ ഒരു വലിയ പ്ലാന് അല്ലെങ്കിൽ ദൈവത്തിന്റെ വലിയ പദ്ധതി. അത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുകയാണ്. തന്റെ ഏകജാതനെ കാൽവരിയിൽ പാപപരിഹാര ബലിയായി സമർപ്പിച്ച് മാനവരാശിക്ക് രക്ഷയും പാപവിമോചനവും സാധ്യമാക്കുവാൻ. ഹല്ലേലൂയ. അതിനുശേഷം പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് പാപപരിഹാര ബലി പൂർത്തിയാക്കി. അതിനുശേഷം പുത്രൻ എവിടെയായിരുന്നുവോ അവിടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് സ്വർഗാരോഹണം ചെയ്ത് ഉപവിഷ്ടനായി.
അപ്പൊ പോകുന്നതിന് മുമ്പ് യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. അതായത് പിതാവിനോട് അപേക്ഷിക്കും, സഹായകനെ നൽകും. അങ്ങനെ പരിശുദ്ധാത്മാവ്, ആത്മാവിന്റെ സാന്നിധ്യമായി ദൈവം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ നയിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമായി പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. അത് പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനമാണ്. സ്വർഗാരോഹണത്തിന് മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, എൻ്റെ പിതാവിൽ നിന്നും കേട്ട എന്താണ് വാഗ്ദത്വമായ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കാത്തിരിക്കുന്ന ദൈവജനത്തിന്റെ നടുവിലേക്ക് പെന്തക്കോസ്റ്റൽ ഡേയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം കടന്നു വരികയാണ്. അപ്പം സ്നേഹിക്കുന്ന ഒരു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ ഏകാന്തതയിലേക്കല്ല അയക്കുന്നത്, ബന്ധത്തിൽ നിലനിൽക്കുവാൻ, സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ആ സൃഷ്ടിയിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാൻ പാപം ഈ ലോകത്ത് കടന്നു വന്നപ്പോ പാപത്തിന്റെ പരിഹാരമായി തന്റെ പുത്രനെ അയച്ചു. പാപപരിഹാര ബലി പൂർത്തിയാക്കി. പിന്നീട് വീണ്ടും ദൈവം മനുഷ്യന്റെ കൂടെ വസിക്കുവാൻ പരിശുദ്ധാത്മാവായി നമ്മുടെ മേൽ കടന്നു വരികയാണ്. അതുകൊണ്ട് പരിശുദ്ധ സഭയില്, അതായത് സുറിയാനി സഭയുടെ ആരാധനാ ക്രമത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പെന്തക്കോസ്റ്റൽ ഡേയുടെ ആരാധനയിൽ, ആ പെന്തക്കോസ്റ്റൽ പെരുന്നാളിന്റെ ആ സമയത്ത് ത്രിയേക ദൈവത്തിന്റെ, അതായത് ത്രിത്വത്തിന്റെ വെളിപ്പാട് പ്രത്യേകമായി ആരാധനയിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. കാരണം പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തിന്റെ പ്രവർത്തനം വെളിപ്പെടുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പം, സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പം ദൈവം തന്നെ മനുഷ്യനായി പ്രത്യക്ഷപ്പെടുകയാണ്. മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ച് എന്താ പറയുന്നത്, ഒരു മനുഷ്യനായി ഒരു ദൈവം കടന്നു വരികയാണ്, ഒരല്പം രക്തം ചുന്തി പാപ വിമോചനം സാധ്യമാക്കുവാൻ. ഹല്ലേലൂയ. അപ്പം മാനവരാശിയുടെ പാപ വിമോചനമായിരുന്നു രക്ഷയുടെ ആ ലക്ഷ്യം. ഹല്ലേലൂയ. രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ തീരുമാനം, മാനവരാശിയെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ തീരുമാനം, ആ രക്ഷയുടെ ലക്ഷ്യമെന്ന് പറയുക മനുഷ്യനെ നിത്യജീവനിലേക്ക് തിരികെ എത്തിക്കുക എന്ന ഉദ്ദേശം അല്ലെ. അപ്പൊ പെന്തക്കോസ്റ്റൽ നാളിൽ പരിശുദ്ധാത്മാവ് സഭയെയും മനുഷ്യരിലും ആവസിക്കുവാനായി സ്വർഗം തുറന്ന് ഇറങ്ങി വരികയാണ്. അങ്ങനെ മനുഷ്യ രക്ഷയുടെ ചരിത്രത്തിൽ ത്രിയേക ദൈവത്തിന്റെ സമ്പൂർണമായ വെളിപ്പെടൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റെടുക്കുമ്പം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മൾ നന്ദി കരയറ്റുന്നവരായി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം. അതല്ലാതെ വിശുദ്ധ തൃത്വത്തെ വെറും ദാർശനികമായ സിദ്ധാന്തമായി പഠിപ്പിക്കുന്ന തലങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ച് അത് ആരാധനയുടെയും സ്നേഹത്തിന്റെയും രക്ഷയുടെയും വലിയ രഹസ്യമായി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. അതായത് ഒരു പിതാവ്, ഒരു പുത്രൻ, ഒരു പരിശുദ്ധാത്മാവ്, എന്നാൽ ദൈവത്വം ഒന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു ശക്തിയും ഒരു രാജ്യത്വവും നിലനിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ പുത്രനായ യേശുക്രിസ്തു പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവം ആ സ്നേഹത്തിന്റെ ജീവനുള്ള ബന്ധത്തെ മനുഷ്യനുമായി നിലനിർത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:8 യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറഞ്ഞു വെച്ചു, ദൈവം സ്നേഹമാണ്. ഇവിടെ ദൈവത്തിന് ജനമേ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് അപ്പുറമായി ദൈവത്തെ ഡിഫൈൻ ചെയ്യുക അസാധ്യമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹമില്ലാത്തടത്ത് ദൈവത്തിന്റെ പ്രവർത്തനമേ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യനെ നമ്മൾ എടുക്കുമ്പോൾ മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ദൈവത്തെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആ ത്രിയേകമാണ്. അതുപോലെ മനുഷ്യനും ഒന്നാണെങ്കിലും 3 തലമുണ്ട്. ആ 3 തലം ഒരുമിച്ച് ചേരുമ്പോൾ അത് മനസ്സും ശരീരവും ആത്മാവും ഒന്നിച്ചു ചേരുമ്പോൾ ആ ദൈവത്തിന്റെ ഛായയും ദൈവത്തിന്റെ സാദൃശ്യവും നമ്മിൽ നിറയുകയാണ്. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വേർപിരിയാനാവാത്ത ഒരു ബന്ധം. ഹല്ലേലൂയ. ഒരു ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ് എപ്പോഴും ഒന്നിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു തന്നെ പറയുന്നില്ലേ, ഞാനും പിതാവും ഒന്നാണ്.
മാറ്റി ചിന്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് യേശുക്രിസ്തു പിതാവുമായുള്ള ആ ഏകത്വം അത് വെളിപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ ത്രിയേക ദൈവത്തിന്റെ, ത്രിത്വത്തിന്റെ ആ ഒരു രക്ഷാകര പ്രവർത്തനം എന്തെന്ന് പഠിക്കുകയാണെങ്കിൽ പിതാവായ ദൈവം രക്ഷയുടെ ഉറവിടമാണ്. എന്ന് വെച്ചാൽ പിതാവ് ലോകത്തെ സ്നേഹിച്ചു, രക്ഷയുടെ പദ്ധതി ഒരുക്കി, അങ്ങനെ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:16 അത് കണ്ടതാണ്. ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് രക്ഷാകര പദ്ധതി ഒരുക്കി. രണ്ടാമത് നമ്മൾ കാണേണ്ടത് എന്താണ്? പുത്രൻ. അതാ രക്ഷയുടെ നിർവഹണം പിതാവ് പുത്രനായ യേശുക്രിസ്തുവിൽ ദൈവം നിക്ഷേപിക്കുകയാണ്. അതായത് പുത്രൻ യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി മരിച്ച് പാപത്തിന്റെ പരിഹാര ബലി അർപ്പിച്ച് മാനവരാശിക്കായി ഈ ബലി ഏറ്റെടുത്ത് എന്ത് ചെയ്തു? പൂർത്തീകരിക്കപ്പെട്ടു. അതാണ് 1 പത്രോസ് 2:24 പത്രോസ്ലേഖ പറയുകയാണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശുക്രിസ്തു കുരിശിലേറി. അത് യേശുക്രിസ്തു പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അതായത് നമ്മൾ പാപത്തിൽ മരിച്ച് നമ്മൾ നീതിക്കായി ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു നമ്മുടെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേറി. അത് നമ്മൾ നീതിക്കായി ജീവിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുക. ഹല്ലേലൂയ. അത് അങ്ങനെ യേശുക്രിസ്തുവിന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വലിയ സത്യം കൂടെ പത്രോസ്ലീഹ അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പം ട്രിനിറ്റിയില് ഒന്നാമത്തേതായി നമ്മൾ കാണുന്നത് പിതാവായ ദൈവം രക്ഷയുടെ ഉറവിടമായി തന്റെ ഏകജാതനെ അയക്കുന്നു. പുത്രൻ ആ രക്ഷ കാൽവരിയിൽ പൂർത്തീകരിക്കുകയാണ്. കാൽവരിയിൽ തന്റെ ബലിയർപ്പണത്തിലൂടെ അത് പൂർത്തീകരിക്കുകയാണ്. പിന്നീട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ രക്ഷയുടെ പ്രയോഗം, അതായത് ഒരു വിശ്വാസിയെ സത്യത്തിലേക്ക് നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:13 പറയുന്നുണ്ട്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഈ ആത്മാവാണ് നയിക്കുക. എന്ന് വെച്ചാൽ സത്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ യേശുക്രിസ്തു പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ സന്നിധിയിലേക്ക് മറ്റൊരു വഴിയില്ല. കാരണം ഞാനും പിതാവും ഒന്നാ. നിങ്ങൾ എന്നിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ പിതാവിലേക്കാണ് നിങ്ങൾ വരിക. നിങ്ങൾ എന്നെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പിതാവിനെയാണ് കാണുക. ഇവിടെ ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് ഈ സത്യാത്മാവ് നമ്മളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇവിടെ നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പിതാവായ ദൈവം മനുഷ്യ മക്കളെ, മാനവരാശിയെ ഇന്നും സ്നേഹിക്കുന്നുണ്ട്, അല്ലെ? ആ സ്നേഹമാണ് പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ആ ഒരു പാപപരിഹാര ബലിക്ക് വേണ്ടി തന്റെ ഏകജാതനെ അയക്കുന്നതിലൂടെ നമ്മൾ കാണുക. ഈ പുത്രൻ എന്ത് ചെയ്തു? പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പിന്നീട് പരിശുദ്ധാത്മാവ് ആ പിതാവായ ദൈവത്തിന്റെ, പുത്രനായ യേശുക്രിസ്തുവിന്റെ, പരിശുദ്ധാത്മാവിന്റെ ഈ ത്രിയേക ദൈവത്തിന്റെ സ്നേഹം വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയാണ്. മറ്റൊരർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, പിതാവിന്റെ സ്നേഹം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു, പുത്രന്റെ കാൽവരിയാഗം നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ചു, പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്നും നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ഈ ത്രിത്വത്തിന്റെ തിരുനാള് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഇതൊരു ദൈവശാസ്ത്ര പഠനമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിദ്ധാന്തമായോ അല്ല, ഇത് രക്ഷയുടെ അനുഭവമാണ് എന്ന് ഓരോ വിശ്വാസിയും ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് വിശ്വസിക്കണം. അതുപോലെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തില് ഇതൊരു ആത്മീയ വിളിയാണ് ദൈവത്തോട്, അതായത് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് മുന്നോട്ട് കടന്നു പോകുവാൻ. അപ്പം നമുക്ക് ദൈവം തരുന്ന ആ വിളിയുടെ രഹസ്യമെന്ന് പറയുക, പിതാവായ ദൈവം മാനവരാശിയെ സ്നേഹിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും പിതാവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. പുത്രനെ പോലെ നമ്മൾ അനുസരണയുള്ളവരായി മാറണം. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നവരായി മാറണം. അതായത് പിതാവായ
ദൈവത്തിന്റെ സ്നേഹത്തിൽ ജനിച്ച് പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടും നയിക്കപ്പെട്ടും ജീവിക്കുന്നതാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദിവസമാണ് ഈ ഒരു എന്താ പറയുക ത്രിത്വത്തിന്റെ തിരുനാളെന്ന് പറയുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളിൽ സെന്റ് പോൾ പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. നമ്മളതൊന്ന് എന്താ പറയുക കൃത്യമായി നമ്മളതൊന്ന് പഠിക്കുകയാണെങ്കിൽ ബൈബിൾ ഇങ്ങനെ പറയും, ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണ് ഉള്ളത്, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലതിലുമുപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും നമ്മുടെ പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. പരിശുദ്ധ ത്രിയേക ദൈവത്തിന് എന്നേക്കും മഹത്വം കരേറ്റുവാൻ ഈ 3 വചനം ഇത് നമ്മുടെ നെഞ്ചിൽ നമ്മൾ ഏറ്റെടുക്കണം. സകലതിലും ഉപരിയായി സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും നമ്മുടെ പിതാവുമായ ദൈവം ഒരുവൻ മാത്രമെന്ന് പറയുമ്പോൾ ആ ഒരുവൻ എന്ന് പറയുന്നത് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ അടിച്ചുറപ്പിക്കുവാൻ വേണ്ടുന്ന ഒരു മഹാരഹസ്യമായി നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, വിശുദ്ധ എഫ്രേം പറഞ്ഞ ഒരു കാര്യം അത് ഓർത്തെടുത്തുകൊണ്ട് ദൈവത്തെ നമുക്കും മഹത്വപ്പെടുത്തുവാൻ സാധിക്കണം. വിശുദ്ധ എഫ്രേം ഇങ്ങനെയാണ് പറഞ്ഞത്, ത്രിത്വത്തിലെ ഏകത്വത്തെയും ഏകത്വത്തിലെ ത്രിത്വത്തെയും നമുക്ക് മഹത്വപ്പെടുത്താമെന്നാണ് വിശുദ്ധ എഫ്രേം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്നത്തെ ദിവസം ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ ട്രിനിറ്റിയുടെ തിരുനാൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ആ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി തരണമേ എന്നും പ്രാർത്ഥിക്കുന്ന ദിനമായി നമ്മൾ ഇതിനെ മാറ്റണം. അപ്പോ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നടക്കുവാനും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയിൽ ജീവിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മളെ നയിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനോട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും ത്രിയേക ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇന്ന് എല്ലാവരുടെ മേലും കടന്നു വരുവാൻ ഈ ത്രിയേക ദൈവത്തിന്റെ ആ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം സ്വർഗം സകലരുടെ മേലും തന്റെ ആത്മാവിനെ വർഷിച്ചുകൊണ്ട് ഒരു വലിയ അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ദൈവത്തിന്റെ ജനമേ, പിതാവായ ദൈവത്തിന്റെ ആ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ.